സഹീഹുൽ ബുഖാരിയിൽ കണ്ടില്ലേ, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഒരു സുഹൃത്ത് മറ്റൊരു സുഹൃത്തിൽ നിന്ന് വാങ്ങിച്ച ബാധ്യതയെ പറ്റി പറയുന്ന സുദീർഘമായ ഹദീസ് കാണാം. ഒരു സുഹൃത്ത്, ഒരു കൂട്ടുകാരൻ കപ്പൽ കയറിയിട്ട് മറ്റൊരു നാട്ടിലെത്തി. തന്റെ കൂട്ടുകാരിൽ നിന്ന് കടം വാങ്ങിക്കൊണ്ടുവന്നു. ദിർഹമുകൾ കുറെ കടം വാങ്ങി ആവശ്യത്തിന്. ഞാൻ ഇന്ന ദിവസം ഇങ്ങോട്ട് അയച്ചു തരുമെന്ന് കൃത്യമായി പറഞ്ഞു. അപ്പൊ ആ ചെറുപ്പക്കാരൻ ചോദിച്ചു, ആരാണ് നമുക്കിടയിൽ സാക്ഷി? ഉടനെ വാങ്ങുന്ന ആള് പറഞ്ഞു, കഫാ ബില്ലാഹി ഷഹീദാ, അല്ലാഹുവാണ് സാക്ഷി. ആരാണ് നമുക്കിടയിൽ കാര്യങ്ങൾ ഏൽപ്പിക്കപ്പെടാൻ? കഫാ ബില്ലാഹി വക്കീലാ, ഏൽപ്പിക്കപ്പെടുന്നവനും അല്ലാഹുവാണ്. ഞാൻ കറക്റ്റ് ഇവിടെ തന്നെ ആ ദിവസം എത്തിക്കും. കറക്റ്റ് ദിവസം തന്നെ ആ ദിവസം തന്നെ വരണം, മാറരുത്. അതാണ് വാക്ക് എന്ന് പറഞ്ഞത്. നാളെ മറ്റന്നാൾ പിറ്റന്നാൾ എന്ന് പറയരുത്, വാക്ക് മാറരുത്. പരപ്പണിയൊക്കെ കഴിഞ്ഞ് സുഖമായിരിക്കുന്ന ഒരുപാട് സഹോദരങ്ങൾ ഈ സദസ്സിലുണ്ട്. അള്ളാഹു ബർക്കത്തേറ്റി കൊടുക്കട്ടെ. നല്ലോണം ആമീൻ പറയും. അള്ളാഹു ബർക്കത്തേറ്റി കൊടുക്കട്ടെ. കൂട്ടത്തിൽ കാര്യം കൂടി പറയട്ടെ. ബാക്കി എടുക്കാന്ന് പറഞ്ഞ ഏതെങ്കിലും ടീം ഉണ്ടെങ്കിൽ അത് കൊടുത്തേക്കണം. എന്താ പറഞ്ഞതിന് മടിയൊന്നുമില്ല, കേൾക്കണേ കേട്ടോളൂ, അല്ലെങ്കിൽ എനിക്കെന്താ എന്താ ചെയ്യാന്നറിയാം. വയറിങ് നമ്മളത് വയറിങ് ടെൻഡർ കൊടുക്കണം. ചെറിയ വയറിങ് ഒന്നുമല്ല, അത്രയും വയറിങ്ങിന് കണക്കൂട്ടി നോക്കി ശരിക്കും. അപ്പോൾ ആ കണക്ക് പോരാത്തതുകൊണ്ട് രണ്ടാമത്തെ ആളെയും കൊണ്ട് കണക്കൂട്ടി നോക്കി. കണക്കൂട്ടി കൃത്യമായിട്ട് കണക്കൂട്ടി. രണ്ടുപേരും ഒരേ ബില്ലാട്ടത്, മാറ്റൊന്നുമില്ല. വയറിലും സ്വിച്ചിലൊക്കെ ചിലപ്പോൾ മാറ്റുണ്ടെങ്കിൽ ബില്ലിന് മാറ്റം ഉണ്ടാവും കേട്ടോ, സ്വാഭാവികം, നമുക്ക് തന്നെ അറിയാലോ. കണക്കൂട്ടി കണക്ക് വലിയ വ്യത്യാസമൊന്നുമില്ല. കൊടുത്ത് എത്ര ലക്ഷമാണ് മൊത്തം വയറിങ്ങിന്? വലിയൊന്നുമില്ല, ഒരു 4-4.5 ലക്ഷം ഉള്ളൂ. ചെറിയ കാശ്. അതിനനുസരിച്ചുള്ള പോലെ എടുക്കണം. എടുക്കുമ്പോൾ അതിനനുസരിച്ച് ഉണ്ടാകുമല്ലോ. 4 ലക്ഷം വയറിങ്ങിന്. 4 ലക്ഷം വയറിങ്ങിന് ഇത്ര വലിയ വരമാണോ? അത്രത്തോനെ വലിയ വരൊന്നും വേണ്ട. അതിന് ഓരോ ഭാഗത്തും സ്വിച്ചുകളും ബോർഡുകളും വർദ്ധിച്ചാൽ ലക്ഷങ്ങൾ കുറെ കൂടും ചെയ്യും. പോയിന്റുകൾ വർദ്ധിക്കുന്നതനുസരിച്ച്, ലൈറ്റുകൾ വർദ്ധിക്കുന്നതനുസരിച്ച് നമ്മൾ എത്ര പോയിന്റാ പറഞ്ഞാൽ പോയിന്റ് അനുസരിച്ച് ഉണ്ടാകും. അതിനോട് പറഞ്ഞിട്ട് കാര്യമില്ല, ഒക്കെ കണക്കാക്കി. തുടക്കത്തിൽ കൊടുത്തൊരു 50,000. ശരിക്കും കേട്ടോളൂ, ഇത് പുറത്തേക്ക് ആൾക്കാരൊക്കെ കേൾക്കുന്നവരെല്ലാവരും കേൾക്കണോ. 50,000 കൊടുത്തു. അപ്പൊ അതിന് കുറച്ച് സാമഗ്രികളൊക്കെ വാങ്ങി പണി തുടങ്ങി. കുറച്ചുകൂടി കഴിഞ്ഞൊരു മാസം ആയപ്പോൾ പിന്നെയും കൊടുത്തു 50,000, 1 ലക്ഷം. പിന്നെയും കൊടുത്തു 50,000, പിന്നെയും കൊടുത്തു 50,000. അങ്ങനെ 50,000 ഇങ്ങനെ കൊടുത്ത് ഏകദേശം അവർ പണി നിർത്തിപ്പോകാൻ സമയത്ത് ഇനി ഒന്ന് കൂട്ടാന്നാണ് കണക്കൂട്ടി നോക്കുമ്പോൾ സമയത്ത് അവർക്ക് കിട്ടാൻ ഇനിയും 1.5 ലക്ഷം ബാക്കിയുണ്ട്. അപ്പോൾ ആ കുടുംബനാഥൻ അവിടെ അല്ല, മുപ്പര് ഗൾഫില്ല. ഇവിടെ ബാപ്പയും മറ്റവരൊക്കെ കാര്യങ്ങൾ നിയന്ത്രിക്കണം. അത് നിയന്ത്രിച്ചോട്ടെ, കുഴപ്പമൊന്നുമില്ല, അവർക്ക് സുഖമായ അവസ്ഥയല്ല. ഒരു 50,000 കൂടി കൊടുത്തിട്ട് പറഞ്ഞു, ഇൻഷാ അല്ലാഹ് ബാക്കി എടുക്കുക. മോൻ വരുമ്പോൾ, മോനെ അയക്കുമ്പോൾ നിങ്ങൾ കണ്ടു തരാമെന്ന്. ബാക്കി ഇനി എത്ര കൊടുക്കാണ്ട്? 1 ലക്ഷം. ആ 1 ലക്ഷം ഇന്നും പെൻഡിങ്ങിലാണ്. വീടുദ്ഘാടനം കഴിഞ്ഞിട്ട് കൊല്ലങ്ങൾ 2, 3, 4 ഒക്കെ കഴിഞ്ഞ്. ഞാൻ ഉദാഹരണം പറഞ്ഞതാണ്. 10,000 ആണെങ്കിലും 1000 ആണെങ്കിലും 500 ആണെങ്കിലും കൊടുക്കാൻ ബാക്കിയുണ്ടോ? കൊടുത്തേക്കണം. പെയിന്റിങ്ങേര് വന്നു, പെയിന്റിങ്ങേർക്കും കൊടുക്കാണ്ട് 10,000. പ്ലംബിങ്ങേര് വന്നു, അവർക്കും കൊണ്ട് കൊടുക്കാൻ ഒരു 10,000. ആരതാ പൂരിപ്പിച്ച്? ഇതും ഒരു കരാറിനല്ലേ, നമ്മൾ കൊടുത്ത് വിട്ടേണ്ടതന്നല്ലേ. ഒരു പറമ്പ് കൊത്താൻ വേണ്ടി വന്ന തൊഴിലാളിക്ക് കരാറായി നിശ്ചയിച്ചു 25,000 രൂപ. എത്രയുണ്ട് പറമ്പ്? 5 ഏക്കറുണ്ട്. 5 ഹെക്ടർ സ്ഥലം ഒന്നായിട്ട് അയാൾ വെട്ടി റെഡിയാക്കി, പലതും നട്ട് കൃഷി ചെയ്ത് അതിൻ്റെ ഉള്ളിലുള്ള കവുങ്ങും തെങ്ങൊക്കെ റെഡിയാക്കി നല്ല ഫിനിഷാക്കി. എത്ര പണിയെടുത്തു? പണി ഏകദേശം സുമാറൊക്കെ നമ്മൾ കണക്കൂട്ടി നോക്കുമ്പോൾ ഒരു മാസത്തിൻ്റെ അടുത്തൊക്കെ ഉണ്ടാവും. ഇടയിൽ 1-2 ദിവസമൊക്കെ ലീവായെങ്കിലും ഒരു മാസത്തിൻ്റെ അടുത്തൊക്കെ ഉണ്ടാവും. നമ്മൾ അയാളുമായിട്ട് പറഞ്ഞുറപ്പിച്ച കരാർ എത്ര? 25,000. ഇത്ര പെട്ടെന്ന് തീരും നമ്മൾ കരുതിയില്ല. നമ്മൾ വിചാരിച്ച 2-3 മാസമൊക്കെ ഉണ്ടാവുന്നതാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? ഒരു 15,000 കൊടുത്തിട്ട് ബാക്കി എടുക്കട്ടോ എന്നാണ്. ഇവിടുന്ന് പരലോകത്തുനിന്ന്. ബാക്കി 10 ഇപ്പോഴും പെൻഡിങ്ങിലാണ്. നമ്മൾ ആലോചിക്കണം. ഒരു വിറക് വെട്ടാൻ വേണ്ടി നമ്മളെ വീട്ടിലേക്ക് ആള് വന്നു. അയാൾ വിറക് കണ്ടു, മുട്ടിയൊക്കെ പരിശോധിച്ച് തരിക്കും. എത്ര? നിങ്ങൾ പറഞ്ഞോളൂ എത്ര? അപ്പൊ അയാൾ പറഞ്ഞു, ഇത്രയും വലിയ മുട്ടി, വലിയ വിറകൊക്കെ അല്ലേ, ഒരു 10,000. അല്ല, 10,000 താങ്ങൂല, നമുക്ക് പിന്നെ മുറിക്കും. അല്ല, എനിക്ക് നാളെ തന്നെ അയാൾ എളുപ്പമാണ്, 2-3 ദിവസം കൂടെ തീർക്കാലോ. ഞങ്ങളൊന്ന് ചുരുക്കി. എന്നായിക്കോട്ടെ, നിങ്ങൾക്കും എനിക്കൊക്കെ ലാഭമായിക്കോട്ടെ, ഒരു 8,000. കുറച്ചില്ല, കുറച്ചിട്ട് കുറച്ച്. അയാൾ വലിയ മഗ്ഗുണ്ടെന്ന് 3-4 മണിക്കൂറുണ്ട് വെട്ടി ഖറാബാക്കി റെഡിയാക്കി തീർത്തു. നമ്മൾ കണക്കൂട്ടി 4 ദിവസം ഉണ്ടാകും, ഒറ്റ ദിവസം കൊണ്ട് തീർത്തു. ഇന്ന് തന്നെ തീർത്തോ? ഇനി നാളെ വേറെ പണിക്കും 8,000 പോലെ. അതുകൊണ്ട് 5,000 പിടിച്ചോ, 3,000 പെൻഡിങ്. 3,000 പെൻഡിങ്ങിലാ.
കൊടുക്കേണ്ട ഹക്കല്ലേ? ഏത് മതസ്ഥനാണെങ്കിലും ഏത് ജാതിയാണെങ്കിലും നല്ല ഗൗരവത്തോടെ ചിന്തിക്കണം. ഇതൊക്കെ പെരടിലും വെച്ചിട്ടാ പോകാനുള്ളത്, ഇതൊക്കെ കണക്ക് വെച്ചിട്ടാ പോകാനുള്ളത്. കല്യാണത്തിന് പന്തലിടുമ്പോൾ നല്ല ചോറ് കഴിച്ചുകൊണ്ടുവന്ന സമയത്തൊന്നും അല്ല. ഇപ്പൊ എത്ര അത് നേരത്തെ നമ്മൾ കൊട്ടേഷൻ ബില്ല് തന്നാണല്ലോ, ബില്ലുണ്ടാവുമല്ലോ ഇവിടെ. അപ്പോൾ പുറക്കാരത്തി നമ്മൾ പെണ്ണുങ്ങൾ ബില്ലെടുത്തിരുന്നു. ആ ബില്ലുണ്ട്. എത്ര നാൾ ഓഫീസിൽ കൊടുത്തത്? എത്ര ഓഫീസിൽ 25,000 കൊടുത്തു. എന്നാൽ ബാക്കി കണക്കൂട്ടി തന്നാൽ അത്ര തോനെ വേണോ? ഭയങ്കര ടൈറ്റാണ്. നേരത്തെ ടൈറ്റില്ല. ഇത് പന്തലിടുമ്പോൾ ഒരു ടൈറ്റും ഇല്ല, ആൾക്കാർ വന്നപ്പോഴും ടൈറ്റില്ല, ഭക്ഷണം വിളമ്പിയപ്പോഴും ടൈറ്റില്ല, സാധനങ്ങളൊക്കെ കൊണ്ടുപോകുമ്പോൾ ഒരു ടൈറ്റ്. അപ്പൊ പറഞ്ഞ വാക്കെന്തായി? അതിലും പെൻഡിങ്ങിൽ വെച്ചു 25,000. ഒന്ന് കൂട്ടി നോക്കൂ സഹോദരങ്ങളെ. എല്ലാ സന്ദർഭത്തിലും അങ്ങനെ. ഇതൊക്കെ ഒന്ന് പെരടിന്ന് ഇറക്കി വെക്കണം. തരാം 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 എന്ന് പറഞ്ഞ വാക്കില്ലേ, അത് പൊളിക്കരുത്. ഞാൻ പറഞ്ഞല്ലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിന് പറഞ്ഞു കൊടുത്ത സംഭവം. ദിർഹമുകൾ വാങ്ങിയിട്ട്, കടം വാങ്ങിയിട്ട് ആ ചെറുപ്പക്കാരൻ നാട്ടിലേക്ക് വന്നു. സുബ്ഹാനല്ലാഹ്, കൊടുക്കാൻ നിശ്ചയിച്ച ഡേറ്റായി. സ്വഹീഹുൽ ബുഖാരിയിൽ കാണാം, കൊടുക്കാൻ നിശ്ചയിച്ച ഡേറ്റായി. ശരിക്ക് കൊടുക്കാനുള്ള ദിർഹമും കീശയിലിട്ട് കപ്പൽ കയറിയിട്ട് വേണം പോകാൻ. കടൽ തീരത്ത് എത്തിയപ്പോഴേക്ക് കപ്പൽ വിട്ടുപോയി. അല്ലാഹുവേ, ഇന്നാണല്ലോ ഞാൻ കൊടുക്കേണ്ടത്. ഈ കപ്പൽ അവിടെ എത്തുമ്പോ മറ്റേയാൾ അവിടെ വന്നു നിൽക്കുമല്ലോ, ഈ കപ്പലിൽ എന്നെ കാണൂലല്ലോ. വല്ലാത്ത ഒരു സങ്കടം. ഇന്ന് തന്നെ കൊടുക്കണമെന്നല്ലേ നിശ്ചയം? ഞാനതല്ലേ വാക്ക് പറഞ്ഞത്? നാളാകാൻ പറ്റൂലല്ലോ, ഇന്ന് തന്നെ എത്തണ്ടേ. കപ്പലിൽ എനിക്ക് കീറാൻ പറ്റൂലല്ലോ, നീന്തി പോകാൻ കഴിയില്ലല്ലോ. കറക്റ്റ് ഈ കപ്പല് വരുന്ന സമയത്ത് ആളവിടെ ഉണ്ടാകുമല്ലോ. അദ്ദേഹം അതാ നല്ലൊരു മരമെടുത്ത് ആ മരത്തിന്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു തുള ഉണ്ടാക്കി. ആ തുളയുടെ ഉള്ളില് ഈ ദിർഹമുകളൊക്കെ ഒരു കടലാസിലാക്കി വെള്ളം ചേരാത്ത രൂപത്തില് ഒരെഴുത്തും വെച്ചിട്ട് ആ മരത്തിന്റെ പൊത്തങ്ങനെ അടച്ചു. ഉള്ളില് നല്ല കവറിങ് ഉണ്ട്, വെള്ളം കിടക്കൂല, നല്ല കനവുണ്ട്, എന്നാൽ താന്നു പോകൂല, അങ്ങനെ പൊന്തി പൊന്തി പോയിക്കോളും. എന്നിട്ട് വെള്ളത്തിലേക്ക് കൊണ്ടുപോയിട്ടിട്ട് പറഞ്ഞു, അല്ലാ, എന്റെ സുഹൃത്ത് എനിക്ക് കടം തന്നപ്പോ സാക്ഷിയെ ചോദിച്ചു, നിന്നെയാണ് ഞാൻ സാക്ഷിയാക്കിയത്. എനിക്ക് കഫാലത്തിന് ആരാന്ന് ചോദിച്ചപ്പോ നിന്നെയാണ് ഞാൻ കഫീലാക്കിയത്, വക്കീലാക്കിയത്. സമയം തെറ്റാതെ കറക്റ്റ് ടൈമിൽ തന്നെ ഇത് നീ എവിടെ എത്തിക്കണേ അല്ലാ എന്നും പറഞ്ഞ് കടലിലേക്ക് ആ മരക്കഷ്ണം എറിഞ്ഞു. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, കപ്പല് തീരത്ത് വന്ന് നങ്കൂരമിട്ടപ്പോ കടം തരാനുള്ള സുഹൃത്തുണ്ടാകുമെന്ന് കരുതിയിട്ട് അദ്ദേഹം തീരത്ത് വന്ന് ഇങ്ങനെ കാത്തുനിന്നു. ആളുകൾ വഴിവഴിയായി ഇങ്ങനെ ഇറങ്ങി വന്നു, പക്ഷേ കൂട്ടുകാരനെ കാണാനില്ല. ചതിക്കൂലല്ലോ, സാക്ഷിയാക്കിയത് അള്ളാഹുവിനെയാണ്, വക്കീലാക്കിയത് അള്ളാഹുവിനെയാണ്. അയാൾ എന്നെ ചതിക്കുന്ന ആളല്ലല്ലോ എന്നും കരുതി ഇങ്ങനെ നിന്നു. എന്തെങ്കിലുമൊക്കെ അയാൾക്ക് പ്രതിസന്ധി പറ്റിയിട്ടുണ്ടാകുമെന്ന് കരുതിയിട്ട് എല്ലാവരും ഇങ്ങനെ വന്ന് നിന്ന് എല്ലാവരും കരക്കണിഞ്ഞ് കപ്പലിങ്ങനെ പോയി തുടങ്ങുന്ന നേരത്ത് അതാ തിരമാലകൾ തള്ളി 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 വന്ന് അദ്ദേഹത്തിന്റെ നേരെ മുന്നിലേക്കൊരു മരക്കഷ്ണം വന്നങ്ങ് ചേരുന്നു. ഏതായാലും ഇവിടം വരെ വന്നു, ഒന്നും കിട്ടിയില്ല. ഇനി അടുപ്പിൽ വെച്ച് കത്തിക്കാനൊരു മരക്കൊള്ളിയെങ്കിലും കൊണ്ടുപോകാലോ എന്നും കരുതിയിട്ട് അതങ്ങെടുത്ത് വീട്ടിലേക്ക് നടന്നു. വീട്ടിലെത്തിയിട്ട് ഭാര്യന്റെ കയ്യിൽ അത് കത്തിക്കാൻ കൊടുത്തു. ഭാര്യ അത് പൊളിച്ചു നോക്കുന്ന സമയത്താണ് സുബ്ഹാനല്ലാഹ്, ദിർഹം ഉള്ളിൽ നിന്ന് വീഴുന്നു, കടലാസ് ലഭിക്കുന്നു. ടൈം നോക്കുമ്പോ കറക്റ്റാണ്. ഈ ടൈമിലാണ് ഇവിടെ എത്തിക്കുമെന്ന് പറഞ്ഞത്, ഈ ടൈമിലാണ് ഇവിടെ നിന്ന് വാങ്ങിപ്പോയത്. ഒരു മിനിറ്റ് പോലും തെറ്റിയിട്ടില്ല, പിഴച്ചിട്ടില്ല. നിങ്ങൾ അള്ളാനെ കഫീലാക്കിയിട്ടല്ലേ, അള്ളാനെ ജാമ്യക്കാരനാക്കിയിട്ടല്ലേ, അള്ളാനെ സത്യം ചെയ്തിട്ടല്ലേ വാക്ക് കൊടുക്കുന്നത്, വാക്ക് വാങ്ങുന്നത്, കാശ് വാങ്ങുന്നത്. അക്കരാർ കരാർ പോലെ പൂർത്തിയാക്കണം. ഒന്നും പൊളിക്കരുത്, ഒന്നും തകർക്കരുത്. ഇവിടെ വെച്ച കരാറ് വല്ലതും തകർത്താൽ സ്വർഗത്തിലേക്ക് പോകാൻ അവന്റെ മുന്നിലൊരു മറയുണ്ടാകുമെന്ന് ഹബീബ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. തരാമെന്ന് പറഞ്ഞിട്ട് കൊടുത്തില്ല.
ഡേറ്റും നിശ്ചയിച്ചിട്ട് കൊടുത്തില്ല, അതങ്ങ് തീർന്നു, തകർത്ത് കളഞ്ഞു. എന്നാൽ കാനത്ത് സിത്രം ബൈനഹു വബൈനൽ ജന്ന, ആ പൊളിച്ചു കളഞ്ഞ മറയില്ലേ, ആ പൊളിച്ചു കളഞ്ഞ കരാറില്ലേ, അവനും സ്വർഗത്തിനും ഇടയിലൊരു മറയാൻ. ഈ സഹോദരൻ ചിന്തിക്കുന്നു, പടച്ചോനെ ഞാൻ മരക്കഷ്ണത്തിലല്ലേ കാശ് വിട്ടത്, അത് അദ്ദേഹത്തിന് കിട്ടിയെന്ന് എനിക്ക് ബോധ്യപ്പെടണ്ടേ? കിട്ടിയില്ല, അത് വേറെ ആരെങ്കിലും കയ്യിലെത്തിയാലും ഞാൻ കൊടുക്കണ്ടേ? അടുത്ത ഒരു കപ്പലിന് അതേ കാശും കയ്യിൽ കരുതിയിട്ട് വീട്ടിലേക്ക് അങ്ങ് ലക്ഷ്യമാക്കി പുറപ്പെട്ടു വേറൊരു കപ്പലില്. അവിടെ എത്തിയ സമയത്ത് കൂട്ടുകാരൻ പറഞ്ഞു, അൽഹംദുലില്ലാ, അള്ളാനെ കഫീലാക്കിയിട്ട്, അള്ളാനെ ഷാഹിദാക്കിയിട്ട് നീ എന്നിൽ നിന്ന് പണം ചോദിച്ചു, ഞാൻ നിനക്കത് തന്നു. നീ ഇവിടെ ഏൽപ്പിക്കുമെന്ന് പറഞ്ഞ കറക്റ്റ് ടൈമിൽ തന്നെ നീ അയച്ച മരക്കഷ്ണം ഇവിടെ കിട്ടിയിട്ടുണ്ട്, വൈകിട്ടില്ല. നിന്റെ ദിർഹമുകൾ മുഴുവനും എന്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്, ഒന്നും നഷ്ടമായിട്ടില്ല. അല്ലാഹു തആല പറയുന്നു, വലാ തകൂനു കല്ലത്തി നഖലത് ഗസ്ലഹാ മിൻ ബാദി ഖുവത്തിൻ അൻകാസാ. മക്കയിലുള്ള ഒരു പെണ്ണിനെ പോലെ നിങ്ങളാകരുത്. ആ പെണ്ണിനൊരു സ്വഭാവമുണ്ട്. ആ പെണ്ണ് കുറെ വസ്ത്രങ്ങൾ ഇങ്ങനെ നെയ്തുണ്ടാക്കും, നെയ്ത് തുന്നി റെഡിയാക്കിയിട്ട് ഏകദേശം ഒരു മൊബൈലിലെത്തിയാൽ പിന്നെ ഒരു തലക്കെന്ന് ഇങ്ങനെ അയക്കാൻ തുടങ്ങും. മിംബാദി ഖുവത്തിൻ ഭദ്രമാക്കിയ ശേഷം അൻകാസൻ ഇല്ലി ഇല്ലിയായിട്ട് അതിങ്ങനെ പൊടിച്ചു കളയും. അതുപോലെ ഓരോരുത്തരോട് വാക്കങ്ങനെ പറഞ്ഞിട്ട് പിന്നെ അതങ്ങനെ മാറ്റി പറഞ്ഞ് തിരുത്തി പറഞ്ഞ് പൊളിച്ചു കളയുന്ന സ്വഭാവം ഉണ്ടാകരുത്. നല്ല സത്യങ്ങളല്ലേ നിങ്ങൾ അതിനിടയിൽ ചേർക്കുന്നത്. തത്തഖദൂന ഐമാനക്കും ദഖലം ബൈനക്കും, ഒരു ചതിക്കാൻ വേണ്ടി കുറെ സത്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നു. അങ്ങനെ ഉണ്ടാകരുത് എന്ന് അല്ലാഹു തആല നമ്മളോട് പറയുന്നു. ഈ പെണ്ണിനെ സംബന്ധിച്ച് മഹാന്മാരായ പണ്ഡിതന്മാര് പറയുന്നുണ്ട്, ഈ പെണ്ണൊരു മജ്നൂനത്തായ പെണ്ണാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യൻ അതാ റളിയല്ലാഹു അൻഹുവിനോട് ഒരിക്കൽ ഇബ്നു അബ്ബാസ് തങ്ങൾ പറഞ്ഞു, അതായേ, സ്വർഗക്കാരിയായ ഒരു പെണ്ണിനെ കാണിച്ചു തരണോ? നോക്കതാ, ഹബശയിൽ ജനിച്ച പെണ്ണ്, മഞ്ഞ നിറമുള്ള പെണ്ണിനെ കണ്ടോ? ആ പെണ്ണ് നാളെ സ്വർഗത്തിൽ പോകുന്ന പെണ്ണാണ്. ഈ പെണ്ണ് സത്യത്തിൽ സുഖമില്ലാത്ത പെണ്ണാണ്. അതുകൊണ്ടാണ് ആ പെണ്ണ് തുന്നിയത് കുറച്ച് കഴിയുമ്പോൾ അങ്ങനെ തന്നെ കെട്ടയിക്കുന്നത്. നല്ലോണം തുന്നിയൊരു മുബീനിലെത്തിയാൽ ഒരു തലക്കെന്ന് ഇങ്ങനെ കഴിക്കാൻ തുടങ്ങും. അതാ പെണ്ണിനൊരു ജുനൂനുള്ളത് കൊണ്ടാണ്. പക്ഷെ ആ പെണ്ണ് സ്വർഗക്കാരിയാണ്. എന്തേ ആ പെണ്ണ് സ്വർഗത്തിൽ കിടക്കാൻ കാരണം? ആ പെണ്ണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സവിധത്തിൽ വന്നിട്ട് ആ പെണ്ണ് പറഞ്ഞു, നബിയെ, ഇന്ന ബി ഹാദിഹിൽ മൗതാ, എന്നിൽ ഈ ഭ്രാന്തിന്റെ അസുഖമുണ്ട്, അതൊന്ന് മാറിക്കിട്ടാൻ തങ്ങൾ അല്ലാഹുവോടൊന്ന് ദ്വാർക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പെണ്ണിനോട് പറഞ്ഞു, പെണ്ണേ, ഇൻ ശിഇതി ദഅഉതുല്ലാഹ ഫഅഫാകി, നീ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഞാൻ അള്ളാഹിനോട് ദ്വാരക്കാം, അള്ളാഹ് നിനക്ക് സുഖവും തരും. അതേ സമയത്ത് വഇൻ ശിഇതി സബർതി വഹതസബതി വലകിൽ ജന്നാ, ക്ഷമിക്കാൻ ഒരുക്കമുണ്ടോ? അള്ളാഹ് തന്നതിൽ പ്രതീക്ഷയോടുകൂടെ മുന്നോട്ട് പോകാൻ തയ്യാറുണ്ടോ? സ്വർഗം നിനക്കുണ്ട്. അപ്പോൾ ആ പെണ്ണ് പറഞ്ഞു, നബിയെ, ഞാൻ ക്ഷമിച്ചോളാം, എനിക്ക് സ്വർഗം കിട്ടുമല്ലോ, എനിക്ക് സ്വർഗം കിട്ടുമല്ലോ, ഞാൻ ക്ഷമിച്ചോളാ. ആ ക്ഷമയേറ്റെടുത്ത് സ്വർഗം വാങ്ങിയ പെണ്ണാണ് സഈദത്തുൽ അസദിയ എന്ന് പേരുള്ള പെണ്ണ്. ആ പെണ്ണ് കുറെ ഇല്ലികളാക്കി കെട്ടിയത് അഴിക്കും പോലെ നിങ്ങൾ അഴിക്കരുത്. ചെയ്ത വാഗ്ദാനങ്ങൾക്ക് നല്ല ഉറപ്പ് വേണം, വാക്കുകൾക്ക് നല്ല ഉറപ്പ് വേണം, ഒന്നിനും മാറ്റമുണ്ടാകരുത്. വാഗ്ദാനങ്ങൾ അങ്ങനെ തന്നെ നിർവഹിക്കണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിച്ച വിഷയത്തെ സംബന്ധിച്ച് മഹാന്മാരായ പണ്ഡിതന്മാര് പറഞ്ഞു, 3 കാര്യങ്ങൾ എല്ലാ ആളുകളിലേക്കും ഒരുപോലെ നിർവഹിക്കേണ്ടതാണ്. സലാസുൻ തുഅദ്ദാ ഇലൽ ബർരി വൽ ഫാജിരി, നല്ലവരാകട്ടെ ദുഷിച്ചവരാകട്ടെ 3 വിഷയങ്ങൾ ഒരുപോലെ പ്രയോഗവൽക്കരിക്കണം, ഒരുപോലെ നിർവഹിക്കപ്പെടണം. ഒന്ന് അർറഹിമു, കുടുംബബന്ധം, യസിലുഹാ ബർറതൻ കാനത് ഔ ഫാജിറാ, നല്ലവരാകട്ടെ കുടുംബക്കാര്, ദുഷിച്ചവരാകട്ടെ ബന്ധം ചേർക്കണം. ഏത് നിലക്ക്? കുടുംബം എന്നുള്ളവർക്ക് ബന്ധം ചേർക്കണം, മുറിക്കരുത്. കുടുംബം എന്നുള്ളവർക്ക് ആ ബന്ധം ചേർത്തിക്കൊണ്ടിരിക്കണം. ബർറതൻ കാനത് ഔ ഫാജിറാ. ബഹുമാനപ്പെട്ട മൈമൂൻ ഇബ്നു മിഹ്റാൻ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന 3 വിഷയങ്ങളാണിത്. മറ്റൊന്ന്, രണ്ടാമതൊരു കാര്യം, വൽ അഹ്ദു, കരാറ്, വാക്ക്, തഫീ ബിഹി ലിൽ ബർരി വൽ ഫാജിരി, നല്ലവനോടാണ് വാക്ക് പറഞ്ഞതെങ്കിലും
ദുഷിച്ചവനോടാണ് വാക്ക് പറഞ്ഞതെങ്കിലും വാക്കാകണം, പൂർത്തിയാക്കണം. അത് അയാളോടല്ല, അയാളോട് അങ്ങനെ പൂർത്തീകരിച്ചോണമെന്നില്ല. അയാൾ ഏതായാലും നരകത്തിക്കുള്ള ഇനിയിപ്പോ നമ്മളെ വാക്കായിട്ട് അല്ലല്ലല്ല, ആ ലെവലൊന്നും നീ ചിന്തിക്കരുത്. നീ പറഞ്ഞ വാക്കിനാണ് നിനക്ക് വില, നീ കൊടുത്ത കരാറിനാണ് നീ പൂർത്തിയാക്കേണ്ടത്. അയാള് നല്ല ആളാകട്ടെ ചീത്ത ആളാകട്ടെ എന്നുള്ളതല്ല, നിന്റെ വാക്കാണ് നീ പാലിക്കേണ്ടത്. നീ കൊടുത്ത വാക്കാണ് നീ പുലർത്തേണ്ടത്. അത് കൃത്യമായിട്ട് തന്നെ പൂരിപ്പിക്കണം, ഒരു കുറവും അതിലുണ്ടാകരുത്. മൂന്നാമത്തത് വൽ അമാന തുഅദ്ദിഹാ ഇലൽ ബർരി വൽ ഫാജിർ, നിന്നെ ഏൽപ്പിച്ച വിശ്വസ്തയോടെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം അത് നല്ലവരിലേക്കും ഫാജിറിലേക്കും നീ അങ്ങ് വിട്ടിക്കൊടുക്കണം. ആദരവായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇഷ്ടം പോലെ അമാനത്ത് സ്വത്ത് ഏൽപ്പിച്ചിരുന്നു മക്കക്കാർ. തങ്ങളെ തൗഹീദ് സ്വീകരിക്കാൻ പലരും ഒരുക്കല്ലെങ്കിലും തങ്ങൾ അൽ അമീനാണ്, അമാനത്തിന്റെ കേദാരമാണ് എന്നതിൽ ആർക്കും തർക്കമില്ല. അവർ തൗഹീദിൽ കുറച്ച് വൈമനസ്യം കാണിച്ച് പുറകോട്ടു വന്നു. അവരും അമാനത്ത് സ്വത്ത് ഏൽപ്പിക്കുന്നത് തങ്ങളെയാണ്. അതുകൊണ്ടാണ് തങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ അലി റളിയല്ലാഹുവിനോട് പറഞ്ഞത്, ഈ കാണുന്ന വസ്തുക്കൾ മുഴുവനും മക്കക്കാരിൽപ്പെട്ട ആളുകൾ എന്നെ ഏൽപ്പിച്ചതാണ്. അഡ്രസ്സ് നോക്കിയിട്ട് ഓരോരുത്തരുടെ വീട്ടിലേക്ക് എത്തിച്ചിട്ട് വേണം നിങ്ങൾ മദീനയിലേക്ക് വരാൻ. ഞാൻ പോയി നിന്നിട്ട് പിറ്റേന്ന് തന്നെ വരാൻ നിൽക്കണ്ടാന്ന്. അലി റളിയല്ലാഹുവിന് പറയണം 3 ദിവസം എടുത്തു. എത്ര ഉണ്ട്? അലി റളിയല്ലാഹുവിന് ഇപ്പൊ മക്കത്തെ ആൾക്കാർ പരിചയമില്ലാക്കും. 3 ദിവസം എടുത്തു ആ അമാനത്ത് സ്വത്ത് മുഴുവനും അർഹരായ ആളുകളിലേക്ക് എത്തിക്കാൻ. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കയ്യിൽ അവർ നേരത്തെ ഏൽപ്പിച്ചതാണ്. അത് ഉത്തരവാദിത്തപ്പെട്ട ആളുകളിലേക്ക് കൊടുക്കും. അയാൾ ആരാണ് എന്ന് നിങ്ങൾ അന്വേഷിക്കേണ്ടതില്ല, നമ്മൾ ഏൽപ്പിച്ചതല്ലേ അമാനത്ത്. അതുകൊണ്ടല്ലേ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ നോക്ക്, നിങ്ങൾ മക്ക വിജയത്തിന്റെ അന്ന് വന്ന് താക്കോലൊന്ന് കൊണ്ടുവരാൻ പറഞ്ഞു അലി റളിയല്ലാഹുവിനോട്, കാബന്റെ ഉള്ളിലൊന്ന് കയറി നിസ്കരിക്കാൻ. അലി റളിയല്ലാഹുവിനെ പോയി അന്വേഷിച്ച് നോക്കുമ്പോൾ താക്കോല് ഉസ്മാൻ ഇബ്നു ത്വൽഹയുടെ കയ്യിലാണ്. അന്ന് ഉസ്മാൻ ഇബ്നു ത്വൽഹ നബി തങ്ങൾ വിശ്വസിച്ചിട്ടില്ല. ഉസ്മാൻ ഇബ്നു ത്വൽഹയുടെ കയ്യിൽ നിന്ന് താക്കോല് വാങ്ങി കൊണ്ടുവന്ന് തുറന്ന് തങ്ങളുടെ ഉള്ളിൽ കയറി 2 റക്അത്ത് നിസ്കരിച്ചു. സഹാബത്ത് പലരും കയറി നിസ്കരിച്ചു. തിരിച്ചു വാതിലടക്കുന്ന സമയത്ത് അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ആ താക്കോലും കൂടി എനിക്ക് തരികയാണെങ്കിൽ എനിക്ക് 2 സൗകര്യം ഉണ്ടായിരുന്നു. ഇപ്പൊ വെള്ളം കൊടുക്കാനുള്ള ഒരു അധികാരമുണ്ട്, അതിന്റെ പുറമെ താക്കോല് സൂക്ഷിക്കാനുള്ള ഒരു അധികാരം കൂടി കിട്ടുകയാണെങ്കിൽ സന്തോഷമായിരുന്നു. പക്ഷെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, താക്കോല് തരാൻ പറ്റൂല, താക്കോല് തന്ന ആളെ കയ്യിൽ തന്നെ തിരിച്ചേൽപ്പിക്കണം എന്ന് അള്ളാഹുവിന്റെ നിർദ്ദേശമാണ്. ഉസ്മാൻ ഇബ്നു ത്വൽഹ ചിന്തിച്ചിട്ടില്ല ഇനി ആ താക്കോല് കിട്ടുമെന്ന്. തങ്ങൾ ആ ഉറക്കെ ചോദിച്ചു ആ സദസ്സിൽ വെച്ച്, അയിന ഉസ്മാൻ ഇബ്നു ത്വൽഹ, ഉസ്മാൻ ഇബ്നു ത്വൽഹ എവിടെ? ഒരു ഭാഗത്ത് നിന്ന് ഇങ്ങനെ വരുന്നുണ്ട്, ഈ താക്കോല് നിങ്ങളെ ഏൽപ്പിക്കാൻ അള്ളാഹുവിന്റെ നിർദ്ദേശമുണ്ട്. ഇന്നല്ലാഹ യഅ്മുറുക്കും അൻ തുഅദ്ദുൽ അമാനാതി ഇലാ അഹ്ലിഹാ, വിശ്വസിച്ച് ഏൽപ്പിച്ച കാര്യങ്ങൾ അർഹരിലേക്ക് തന്നെ കൊടുക്കണമെന്ന് അള്ളാഹുവിന്റെ കൽപ്പനയാണ്. താക്കോല് വാങ്ങിയ ഉസ്മാൻ ഇബ്നു ത്വൽഹ റളിയല്ലാഹുവിന്റെ മനസ്സ് പ്രകാശിച്ചു. അള്ളാഹുവിന്റെ നിർദ്ദേശം ഇങ്ങനെയാണ്. നിങ്ങൾ നോക്ക്, ആ താക്കോല് തിരിച്ചു സ്വീകരിക്കുന്ന സമയത്ത്, കൊടുക്കുന്ന സമയത്ത് ഉസ്മാൻ ഇബ്നു ത്വൽഹ മുസ്ലിം അല്ല എന്ന ലെവലിൽ ആ അമാനത്ത് മാറ്റിയോ? ഇല്ല സഹോദരങ്ങളെ, അങ്ങനെയാണ് അത് നിർവഹിക്കപ്പെടേണ്ട വിഷയവും.